കൊല്ലം കടക്കലിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ മുബഷിറുടെ മരണം ആത്മഹത്യയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ തൂങ്ങിയ മരണമെന്നാണ് സ്ഥിരീകരണം. തുടർന്ന് ബന്ധുക്കളെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ ആത്മഹത്യയാണെന്ന് സമ്മതിച്ചു. മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിനെ തുടർന്നുണ്ടായ മനോവിഷമമാണ് മരണകാരണം. ഈ ആത്മഹത്യ കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഏതാണ്ട് ഒരു മാസം മുൻപാണ് ഹൈദരാബാദിൽ ഈ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചതിനെ തുടർന്ന്, അതായത് ഈ കൊറിയൻ ഗെയിമുകളോട്, കൊറിയൻ സിനിമകളുടെ അഡിക്ഷൻ കാരണം മാതാപിതാക്കൾ ഇപ്പം മക്കളുടെ ഫോൺ വാങ്ങി വയ്ക്കുന്നു. അതിൻ്റെ മനോവിഷമത്തിൽ 3 സഹോദരിമാർ കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി മരിച്ച വാർത്ത നമ്മൾ കേട്ടു. അത് ഹൈദരാബാദിലാണ്. പക്ഷേ ഇന്ന് ഇത് നമ്മുടെ കേരളം, അന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ വിഷയം. നാളെ ഇതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിലും ഉണ്ടാകാം. കാരണം നമ്മുടെ വീടുകളിൽ ഓരോ മക്കളും മൊബൈൽ ഫോണിന് അടിമകളാണ്. ആ ഫോണൊന്ന് അവരുടെ നിന്ന് വാങ്ങിയാൽ അവർ പല രീതിയിലുള്ള വിഭ്രാന്തികൾ കാണിക്കും. അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്ര അധികം ഫോണിനോട് അഡിക്റ്റായിരിക്കുന്നു. മറ്റ് സൗഹൃദങ്ങളില്ല. കുടുംബാംഗങ്ങളെക്കാൾ ബന്ധം ഫോണിനോടാകുന്നു. അങ്ങനെ അത് ഒരു പെട്ടെന്നത് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അത് മാറ്റിവെക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ മാനസികമായി തകർന്നു പോകുന്നൊരവസ്ഥ. ഒരു പക്ഷേ ഈ കടക്കലിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി 14-കാരിയായ ഫാത്തിമ മുബഷിറയ്ക്കും അതുതന്നെയായിരിക്കുമോ സംഭവിച്ചത്? ഈ ഫോൺ വാങ്ങിയതിൻ്റെ മനോവിഷമം തന്നെയാണോ ആത്മഹത്യ കാരണം? പോലീസ് എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ ഫോൺ വാങ്ങിയതിൽ ഉള്ള ഒരു മനോവിഷമത്തിലാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ആദ്യം വീട്ടുകാർ പറഞ്ഞത് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയത്. പക്ഷേ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി ആത്മഹത്യ ചെയ്തതായിട്ട് കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് വീട്ടുകാരും ഈ കാര്യം സ്ഥിരീകരിച്ചത്. എന്തായാലും ഇത് വല്ലാത്ത ഒരു സംഭവമാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ ഈ ഫോൺ വാങ്ങി വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള മാനസികാവസ്ഥ തകർന്ന നിലയിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വലിയ ഗൗരവമേറിയ ഒരു സംഭവമാണ്. മുൻപും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ടോം, ഇത് കടക്കലിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വീട്ടിലെ കിടപ്പുമുറിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അങ്ങനെ അവർ തന്നെയാണ് അഴിച്ചിറക്കി ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നില്ല, ഇങ്ങനെ തൂങ്ങി മരിച്ചതാണെന്ന് പറഞ്ഞിരുന്നില്ല. എന്തായാലും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. എന്തായാലും ഈ കുമുൾ പുല്ലുപണ സ്വദേശിയാണ്, 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, 14 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം. അപ്പോൾ ഈ ഫോൺ ഉപയോഗം, അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗമാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നതാണ് അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. കടക്കൽ പോലീസാണ് അന്വേഷിക്കുന്നത്. എന്താണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായ ഒരു കാരണം, ഈ ഫോണിനകത്ത് ഇത്രത്തോളം അഡിക്ഷൻ ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണെന്ന് അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളുകളിലും നമുക്കറിയാം ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം നല്ല രീതിയിലുള്ള കൗൺസിലിങ്ങുകളെല്ലാം നടന്നു വരുന്നുണ്ട്. ഈ ഫോണിന്റെ ഉപയോഗം ആയിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുടെ മനോനില തകരുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് നിരവധി കൗൺസിലിങ്ങുകളെല്ലാം നടന്നു വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ 9ാം ക്ലാസ് മാത്രം ഇപ്പോൾ ഈ പരീക്ഷയൊക്കെ അടുത്ത സമയമാണ്. അപ്പോൾ മൊബൈൽ ഫോണിൽ ഇതൊരു ഏറെ ഗൗരവമുള്ള വിഷയമല്ലേ വിനീഷ്? നമുക്കറിയാം, ഈ വർഷം ആദ്യം, അതായത് ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഇത് സമാനമായ നിരവധി വാർത്തകൾ നമ്മൾ കേട്ടത്. ഈ എറണാകുളം ചോറ്റാനിക്കരയിൽ ഒരു കൊറിയൻ കാമുകൻ, അതായത് ഒരു സാങ്കല്പിക കാമുകനാണ്, ഈ കൊറിയൻ കാമുകൻ മരിച്ചു എന്ന് അറിഞ്ഞ് ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ വാർത്ത ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേട്ടത്. പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിലാണ് അങ്ങനെ ഒരു കാമുകൻ തന്നെയില്ല, ആരോ ഈ പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള പല കെണികളുമുണ്ട്. ഒരു പക്ഷേ AI പ്രണയങ്ങൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ അജ്ഞാത പ്രണയങ്ങൾ, സാങ്കല്പിക പ്രണയങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള കെണികളും സോഷ്യൽ മീഡിയ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊറിയൻ സിനിമകൾ, കൊറിയൻ മറ്റു കഥാപാത്രങ്ങൾ, കൊറിയൻ മ്യൂസിക്, ഇതൊക്കെ ഈ കുട്ടികളെ, ഇപ്പോഴത്തെ പുതിയ തലമുറയെ, കൗമാരക്കാരെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. അവരതിലൂടെ അഡിക്റ്റ് ആകുന്നുണ്ട്. ഈ പെൺകുട്ടിയും, ഈ കൊല്ലം കടക്കൽ സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടിയും വല്ല ഗെയിമിനോടാണോ അല്ലെങ്കിൽ ഫോണിലെ മറ്റേതെങ്കിലും ടാസ്കുകളിൽ പെട്ടതാണോ
അതൊക്കെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ഈ മൊബൈൽ ഉപയോഗവും അധികമായിട്ട് കുട്ടികൾ ഉണ്ടാകുമ്പോഴും അവർക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മനഃശാസ്ത്ര വിദഗ്ധരുടെ ഒരു ചികിത്സ തേടേണ്ട സാഹചര്യം വരുന്നു. അതുപോലെ തന്നെ കുട്ടികൾ ഈ ദൈർഘ്യമേറിയ സമയം മൊബൈൽ ഫോണിൽ ചിലവഴിക്കുന്നതുകൊണ്ട് അവർക്ക് ഉറക്കക്കുറവ് ഉണ്ടാകുന്നു. ഏകാന്തത തോന്നൽ, മാതാപിതാക്കളുമായൊക്കെ ആശയവിനിമയം നടത്താൻ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത് വലിയൊരു രോഗത്തിലേക്ക് തന്നെ മാറുന്നത്. ഇത് പിന്നീട് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് അപ്പോൾ ആ മൊബൈൽ ഫോണിന് വേണ്ടി സമയം ചിലവഴിക്കുമ്പോൾ രോഗങ്ങളെല്ലാം അവരുടെ എല്ലാ സമയവും മൊബൈൽ ഫോണിൽ തന്നെയാണ്. എല്ലാം തന്റെ സുഹൃത്തുക്കളിൽ നിന്നെല്ലാം വേർതിരിഞ്ഞ് മൊബൈൽ ഫോണിലേക്കുള്ള ഒരു അഡിഷൻ, ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തെങ്കിലും ഗെയിമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാറ്റിംഗ് വല്ലതും ആണോ എന്നതൊക്കെ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ മൊബൈൽ ഫോണ് പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിക്കുന്ന സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിലാണ് മൊബൈൽ ഫോൺ ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ഈ കുട്ടിയുടെ ഈ ഒരു വേർപാട്, ഈ ഒരു മരണം, അത് കുടുംബത്തിനെ അങ്ങേയറ്റം വേദനയെ ഒന്നും നമുക്ക് അത് വാക്കുകളിനപ്പുറമാണ് കേട്ടോ. അത് ശരിക്കും 9ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ഇതിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ പഠിക്കാനാണെന്നും പറഞ്ഞ് മുറിയിലേക്ക് പോയ കുട്ടിയാണ്. 12 മണിയായിട്ടും കാണാത്തത് കൊണ്ടാണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഇവരുടെ വീട്ടിലെ അമ്മുമ്മ വിളിച്ചപ്പോഴാണ് കുട്ടിയെ ഈ രീതിയിൽ കണ്ടത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ മനോനിലകൾ പരിശോധിക്കേണ്ട തരത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ AI യുഗമാണ്. അത്തരത്തിലുള്ള AI ഗെയിമിങ്ങളോട് ഒക്കെ ഉണ്ടാകുന്ന ചില അഡിക്ഷൻ ഉണ്ട്. അതാണോ ഇത്തരത്തിൽ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്നത് എന്നതെല്ലാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും പല വിദേശ രാജ്യങ്ങളും ഈ കൗമാരക്കാരായ കുട്ടികൾക്ക്, അതായത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ, അതായത് കർണാടകയിൽ ഈ സമീപ ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാർ ആ രീതിയിലുള്ള ചില ആലോചനകളിലേക്ക് കടന്നിട്ടുണ്ട്. കാരണം അത്രയധികം നമ്മുടെ പുതിയ തലമുറയെ മൊബൈൽ ഫോണുകൾ അവരിലെ വലിയ രീതിയിൽ അവരുടെ ജീവിതത്തെ തകർക്കുന്ന സാഹചര്യമുണ്ട്. സോഷ്യൽ മീഡിയയിൽ അവർ അഡിക്റ്റ് ആകുന്നൊരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ഇത് അവധിക്കാലമാണ്. ഈ കോവിഡിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളുണ്ട്. കാരണം എല്ലാ കുട്ടികളുടെ കൈവശവും മൊബൈൽ ഫോൺ അവരുടെ പഠനാവശ്യം എന്ന് പറഞ്ഞാണ് വാങ്ങിക്കൊടുക്കുന്നത് മാതാപിതാക്കൾ. പിന്നീട് അവർക്ക് ബാധ്യതയാകുന്നു, കണ്ണീരാകുന്ന അവസ്ഥയുണ്ട്. അച്ഛനും അമ്മയുമായി വലിയ അടുപ്പമില്ലാത്ത രീതിയിലേക്ക് മാറുന്നു. സോഷ്യൽ മീഡിയയിൽ പുതിയ പുതിയ സൗഹൃദങ്ങൾ, ഗെയിമുകൾ. ഒരുപക്ഷെ ഈ ഒരു അവധിക്കാലത്ത് എന്ത് ചെയ്യുമെന്ന് കൊച്ചു കുട്ടികളുള്ള മാതാപിതാക്കൾ പോലും ആശങ്കപ്പെടുന്നുണ്ട്. അതായത് നമുക്കറിയാം, പണ്ടൊക്കെ കളിസ്ഥലങ്ങളുണ്ടായിരുന്നു, കളിക്കാനായി സ്ഥലമില്ല. വീട്ടിൽ അല്ലെങ്കിൽ അയൽ വീടുകളിൽ കൊണ്ട് വിശ്വസിച്ചേൽപ്പിക്കാമായിരുന്നു. അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ ബന്ധുവീടുകളിൽ ഏൽപ്പിക്കാമായിരുന്നു. ഇന്ന് അവിടെ പോലും വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം. പലപ്പോഴും വീട്ടിനുള്ളിൽ ഈ കുട്ടികളെ തളച്ചിടുകയാണ്. അവർക്ക് കളിസ്ഥലങ്ങളില്ല, വീടിന് പുറത്ത് കളിസ്ഥലങ്ങളില്ല, കൂട്ടുകാരില്ല. പിന്നെ ഒരേ ഒരു ആശ്രയം എന്ന് പറയുന്നത്, അവരുടെ കൂട്ടുകാരെന്ന് പറയുന്നത് ഈ ഫോണായി മാറുന്ന സാഹചര്യമുണ്ട്. ഇതിൽ നിന്നും എങ്ങനെ കുട്ടികളെ മോചിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. അതിന് ആരാണ് സാഹചര്യം ഒരുക്കേണ്ടത്? നമ്മുടെ കുടുംബങ്ങളിൽ എത്രത്തോളം ഉപദേശിച്ചാലും, ഇതുപോലെ ഫോൺ നൽകാതെ അവരിൽ നിന്നും അത് ഒളിപ്പിച്ചു വെച്ചാലും ഉണ്ടാകുന്ന ഒരു അപകടമാണ് കടക്കലിൻ്റെ വീട്ടിൽ സംഭവിച്ചത്. എങ്ങനെ ഈ പ്രതിസന്ധിയെ നേരിടാൻ കഴിയുമെന്നൊരു ചോദ്യമില്ലേ വിനീഷ്? തീർച്ചയായും ടോം, ഈ അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് കുട്ടികളുടെ ഈ ഓൺലൈൻ ജീവിതത്തെ കുറിച്ച് ശ്രദ്ധ പുലർത്തേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിരോധ പ്രവർത്തനം തന്നെയാണ് ഇതിന്റെ ഒരു പരിഹാരം. ഈ നിശ്ചിത സമയപരിധിക്കുള്ളിൽ മൊബൈൽ ഉപയോഗം, കുടുംബ സമയങ്ങളിൽ വർദ്ധിപ്പിക്കൽ, കായിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം ഉറപ്പിക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും കുട്ടികളെ നമ്മൾ നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ വരും തലമുറയെങ്കിലും ഇത്തരത്തിലുള്ള ഈ ഒരു സോഷ്യൽ മീഡിയ അഡിക്ഷൻ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ഈ ഒരു അഡിക്ഷനിലേക്ക് നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ലൈബ്രറികളുടെ കുട്ടികളുടെ വായനാശീലം നടത്തുക, അങ്ങനെയൊക്കെ സ്കൂളുകളിൽ ഒരുപാട് കൗൺസിലിങ്ങും പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം ഫലപ്രദമാകുന്നുണ്ട് എന്നത് കൂടി നമുക്ക് പരിശോധിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. ജില്ലയിൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന ഈ ഇത്തരം ആത്മഹത്യാ ടെൻഡൻസികൾ വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മൾ നിരവധി വാർത്തകൾ ചെയ്തിട്ടുണ്ട്. കടക്കൽ കേന്ദ്രീകരിച്ച് തന്നെ ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണവും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബോധവൽക്കരണവും അത്യാവശ്യം തന്നെയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോവിഡിന് ശേഷമാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ അമിതമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, അവരുടെ പഠനമെല്ലാം മൊബൈൽ ഫോൺ വഴി ആയതുകൊണ്ട്
പിന്നീട് അവർ ആ ഒരു രീതിയിലേക്ക് തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നെല്ലാം ഈ ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കുക. കാരണം ജില്ലയിൽ ക്രമാതീതമായി ഈ നമുക്കറിയാം സംസ്ഥാനം ഒട്ടാകെ ഒരു പഠനം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന ഈ ആത്മഹത്യാ പ്രവണതകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്, ആത്മഹത്യാ നിരക്ക് ഉണ്ടായിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. ഇതിപ്പോൾ കൊല്ലം ജില്ലയുടെ മലയോര മേഖലയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം വീണ്ടും ഉണ്ടായതായി ഉള്ള ഒരു വാർത്ത പുറത്തു വരുന്നത് കേട്ടോ. വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കടക്കലിലാണ് 14-കാരി ജീവനൊടുക്കിയത്. മാതാപിതാക്കൾ ഫോൺ വാങ്ങി വെച്ചതിൻ്റെ മനോവിഷമത്തിൽ പെൺകുട്ടി ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.